എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അലമാര ആകെ എന്ത് കോലം കെട്ട് കിടക്കാന്, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരിയിട്ട് അങ്ങനെ ആകെ പറച്ചിട്ട് കിടക്കാണ്. അപ്പോൾ ഈ ഒരു അലമാര ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും എനിക്ക് പാകമാവാതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഇപ്പോൾ പാകമുള്ളൂ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഈ അലമാരയിൽ നിന്ന് വെച്ചിട്ട് ബാക്കി പാകമില്ലാത്ത ഡ്രസ്സൊക്കെ ഇനിയിപ്പോൾ ഒന്നും ആവശ്യമില്ലല്ലോ. പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ പാകാവുന്നുണ്ടാവുള്ളൂ. നമുക്ക് ആവശ്യത്തിലുള്ള ഡ്രസ്സ് മാത്രം ഇത് വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്തു വെക്കാനുള്ളൊരു പ്ലാനിങ്ങും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ ഈ വാർഡ്രോബ് ക്ലീനിങ് വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. കല്ലിലാണ് മെയിനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ആ ലാസ്റ്റത്തിൽ നമ്മൾ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളും ഒക്കെയാണ് ലാസ്റ്റത്തെ ഷെയ്പ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇത് തുറന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ അതാ ഇങ്ങനെ ഒരു കോലത്തിലാണ് ഇപ്പൊ നമ്മുടെ വാർഡ്രോബ് ഉള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഇതില് ഈ ഒരു കല്ലില് ഏട്ടന്റെ ഡ്രസ്സാണ് വെക്കുക. ഈ രണ്ട് കല്ലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഞാൻ എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ വെക്കും. അതിന് താഴത്താണെങ്കിൽ ഞാൻ എങ്ങനെയും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകൾ വെക്കും. പിന്നെ ഇത് മോന്റെ ഡ്രസ്സൊക്കെ വെക്കുന്ന കല്യാണ്. പിന്നെ ഇത് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡ്രോ യൂസ് ചെയ്യുന്നത്. സാരികൾ കൂടി ഇത് കൊള്ളാത്തതുകൊണ്ട് സാരികളൊക്കെ ഞാൻ വേറെ അലമാരയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു ഷെൽഫ് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എല്ലാ ഡ്രസ്സും വലിച്ച് പുറത്തിട്ടിട്ടാണ് കേട്ടോ. ഇതിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളും വെക്കും. അടുത്ത കളിയിൽ ഞാൻ എവിടെയും പുറത്തേക്കൊക്കെ പോകുമ്പോഴാണ് ഇപ്പൊ പാകാവുന്ന ടൈപ്പ് ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് വെക്കും. അപ്പൊ ഞാൻ ഈ ഒരു പെട്ടിയിലേക്കാണ് നമ്മുടെ ആവശ്യമില്ലാത്ത ഡ്രസ്സുകളൊക്കെ മാറ്റി വെക്കാൻ പോകുന്നത്. ആവശ്യമുള്ളത് മാത്രമേ ഞാൻ അലമാരയിൽ വെക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ സാധാരണ എങ്ങനെയാണ് എൻ്റെ ഡ്രസ്സുകൾ മടക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മളിങ്ങനെ തിരിച്ച് കൊടുക്കുക ചെയ്യാം. പോലെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. കാരണം അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും നമ്മുടെ അലമാരയിൽ. പിന്നെ അതേപോലെ നമുക്ക് ഇടയിലൊക്കെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മുകളിലത്തെ ഡ്രസ്സൊന്നും താഴത്തേക്കൊന്നും വീഴാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഈ ഒരു ഫോൾഡിങ് മെത്തേഡാണ് ഫോളോ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ താഴത്തെ കളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ ഡ്രസ്സും ഒന്നും കാണിക്കണില്ല കേട്ടോ. നമ്മള് ആവശ്യമുള്ളത് നിൽക്കും, ആവശ്യമില്ലാതെ നിൽക്കും. അങ്ങനെ തന്നെ മാറി മാറി നിൽക്കുകയാണ്. ഇനിയിപ്പോ ടോപ്സ് ഒന്നും വല്ലാതെ ഇടുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഞാൻ പെട്ടിയിലേക്ക് തന്നെ മാറ്റി വെക്കുകയാണ് കേട്ടോ. A few minutes later. നമ്മൾ ഈ രണ്ട് ഷെൽഫും ക്ലിയർ ആക്കി. ഇനി ഞാൻ മോന്റെ ഡ്രസ്സിന്റെ ഭാഗം വൃത്തിയാക്കാൻ പോകാം കേട്ടോ. അപ്പൊ ഇതിലെ പഴയ ഡ്രസ്സൊക്കെ ഞാൻ താഴത്ത് ഒരു കൂടുതൽ ഇങ്ങനെ ഇട്ടേക്കുക ചെയ്യാം എടുക്കാൻ പാകത്തിന്. അപ്പൊ അതൊക്കെ ഞാൻ ഇവിടെ മാറ്റി വെക്കുകയാണ്. പുതിയ ഡ്രസ്സുകൾ മാത്രമേ നമ്മൾ ഇവിടെ വെക്കണുള്ളൂ കേട്ടോ. A few minutes later. അപ്പൊ മോന്റെ ഡ്രസ്സുകൾ സെറ്റാക്കി. ഇനി നമുക്ക് മുകളില് ഏട്ടന്റെ ഷെൽഫാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അത് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ.
ഇതിൽ ഓൾറെഡി മുകളിലെ ഷാളുകളൊക്കെ ഞാൻ ഇങ്ങനെ എന്താ വൃത്തിക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുക്കണില്ല കേട്ടോ. കാരണം അത് എടുത്താൽ പിന്നെ എനിക്ക് മുകളിൽ കയറി കെട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുക്കണില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഷർട്ടുകളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഷർട്ടുകൾ, എൻ്റെ കുറച്ച് ടോപ്പുകൾ, ഇതൊക്കെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഈ ഒരു സ്ഥലത്തുള്ള തുണികളൊക്കെ നമുക്ക് വൃത്തിയാക്കി വയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഭാഗം വൃത്തിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റുകയാണ് കേട്ടോ. കാരണം നടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു സൈഡ് വൃത്തിയാക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഏട്ടൻ്റെ ടീഷർട്ട്സൊക്കെ എടുത്തു വയ്ക്കാം. അപ്പോൾ ഏട്ടന് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുന്നതോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഏട്ടന് ഇങ്ങനെ വെക്കണ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് സാധാ പോലെ മടക്കി വയ്ക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എൻ്റെ ട്രൗസേഴ്സൊക്കെ വെക്കാൻ പോകുന്നുണ്ടോ. A few minutes later. അപ്പോൾ ഇവിടെ ട്രൗസറുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ പാൻറ്റുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പാൻറ്റുകൾ ഓൾറെഡി നല്ല മടക്കി വൃത്തിക്കൊക്കെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ മാറ്റി വെക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ഷർട്ടുകൾ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്കിവിടെ മടക്കി വയ്ക്കാം. A few minutes later. അതിനുശേഷം ഏറ്റവും ഈ മൂലയിലായിട്ട് എന്താ മുണ്ടുകളൊക്കെ വെക്കാൻ പോകണം. അപ്പോൾ ഇവിടെ കുറച്ച് തടസ്സം ഉണ്ടാവും, എന്നാലും സാരില്ല. മുണ്ടുകൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മുണ്ടുകൾ ഈ ഒരു അരൂരി ഞാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുണ്ടേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ വേറെ അലമാരയിലാണ്. കാരണം എന്താ എപ്പോഴും നമ്മൾ മുണ്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. ഇനി വേണ്ട മുണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതേപോലത്തെ കളർ മുണ്ടുകളാണ് യൂസ് ചെയ്യുള്ളൂ. ഇനി ഈ ഒരു പെട്ടിക്കുള്ളിലാണ് നമ്മളുടെ ഇന്നർവെയർസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മളിവിടെ സെറ്റ് ആക്കി വെക്കാൻ പോകാം. അപ്പോൾ ഓൾറെഡി നമ്മളുടെ വാർഡ്രോബ് സെറ്റ് ആയിട്ടുണ്ട്, വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനി നമുക്ക് ക്ലോസപ്പ് ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ വാർഡ്രോബ് ഇപ്പോൾ ഉള്ളത്. ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് ഞാനിങ്ങനെ ഷാളുകൾ, ബെൽറ്റ് ഒക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡിൽ ഏട്ടൻ്റെ ടീഷർട്ട്, എൻ്റെ ടീഷർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു സൈഡിൽ നിറച്ച് ബനിയൻ ടീഷർട്ട്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് നമ്മളുടെ ട്രൗസേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏട്ടൻ്റെ പാൻറ്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളുടെ ഷർട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് മുണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇന്നർവെയർസൊക്കെ വെക്കുന്ന ബോക്സാണ്. അതിൻ്റെ താഴത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പറയാം വീട്ടിലിടുന്ന ഡ്രസ്സുകൾ വെക്കുന്ന കള്ളിയാണ്. അപ്പോൾ ഇതിൽ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഒക്കെ നമ്മൾ വേറെ പെട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. താഴത്തേക്ക് പോവുകയാണെങ്കിൽ അതുപോലെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കള്ളിയിലാണെങ്കിൽ മോൻ്റെ ഡ്രസ്സുകളാണ്. അതായത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇട്ടെടുക്കുന്ന ഡ്രസ്സുകളാണ്. അതായത് പാൻറ്റ്, പിന്നെ ടീഷർട്ട്. പിന്നെ ആ ഒരു മൂലക്കിലിരിക്കുന്നത് അവൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഇട്ടെടുത്തിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ അതൊന്നും എനിക്ക് കളയാൻ തോന്നാറില്ല. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. ഈ കള്ളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളി നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫയലും ഒക്കെയാണ്. പിന്നെ പേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഷെൽഫിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വാർഡ്രോബിൽ ഉള്ളത്. എന്തായാലും കുറേയൊക്കെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്മൈൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ നമ്മൾ നേരത്തെ ഡ്രസ്സുകളൊക്കെ വെച്ചത് ഈ ഒരു ബോക്സിലാണ്. ഈ ഒരു പെട്ടി വലിയൊരു പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കാത്ത ഏതെങ്കിലും റൂമിലേക്കോ അങ്ങനെ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലേക്കോ ഒക്കെ മാറ്റി വെക്കാനാണ് ഈ പ്ലാന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.